LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു. UDF എന്നാൽ പവർ കട്ട് എന്നാണ്. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. എല്ലാ വീടുകളിലും ഏറ്റവും ചുരുങ്ങിയത് രാത്രി വേളയിൽ 1 മണിക്കൂർ വെളിച്ചമില്ല. എല്ലാ ചെറുപ്പക്കാരും അല്ലാത്തവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ മത്സരം കാണാൻ അവർക്കാകുന്നില്ല. എല്ലാ വീടുകളിലും ആ പ്രയാസങ്ങളുണ്ട്. ആശുപത്രികൾക്കെല്ലാം മുന്നോട്ട് പോകാനുള്ള ചെലവുകൾ ഏറിയിരിക്കുകയാണ്. ജീവിതമാകെ തന്നെ ഇന്നിപ്പോൾ അതിന്റെ ഞെരുക്കത്തിലാണ്. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് 10 കൊല്ലത്തെ കാര്യം. LDF ഭരിച്ച 10 കൊല്ലം കേരളത്തിൽ പവർ കട്ട് എന്നൊന്ന് ഉണ്ടായിട്ടേയില്ല. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ട് എന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. LDF രാഷ്ട്രീയം പവർ കട്ടിനോട് യാത്ര പറഞ്ഞുവെങ്കിൽ UDF രാഷ്ട്രീയം പവർ കട്ടിനെ വരവേൽക്കുന്നുണ്ട്. ആ സത്യവും നാം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അവകാശമാണ് വൈദ്യുതി. അത് ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് പങ്ക് വഹിക്കണമോ ആ പങ്ക് വഹിക്കണം. ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രിയോട് ഇന്നലെ ഈ KPC അധ്യക്ഷനോട് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ ആദ്യം പോയി CPM നേതാക്കളോട് ചോദിക്കണം, പ്രതിപക്ഷ ഉപനേതാവ് ഇവിടെ എന്നാണ് ചോദിച്ചത്. പവർ കട്ട് പറയുമ്പോഴത്തേക്ക് ഉപനേതാവ് ഉത്തരം അതിനു വേണ്ടിയാണ് പവർ കട്ടിനെ പറ്റി പറയുക. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം പറയാം. ഈ ആലപ്പുഴയിലെ സ്മാരകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കൂടെ സ്മാരകം വരികയാണ്. അത് അവിടെ ആർക്കും വേണ്ടത് തീരുമാനമുണ്ട്. എന്താണ് ആ തീരുമാനം മാറ്റാനുള്ളതാണ്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് VS-ന് അവിടെ ഒരു സ്മാരകം വേണം ആശയം മുന്തി വന്നു. ആ ആശയത്തെ CPI എതിർക്കുന്നില്ല. ആശയത്തെ പണ്ടേ ഒരു ആശയമുണ്ടായിരുന്നു. ആ സമരത്തിന്റെ ഏറ്റവും വലിയ നേതാവ്, പടനായകനായിട്ട് എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന സഖാവ് TV തോമസിന് സ്മാരകം വേണമെന്ന്. അന്ന് CPI CPM ധാരണ പ്രകാരം അവിടെ ഒരു നേതാവിന്റെയും സ്മാരകം പ്രത്യേകമായി വേണ്ട എന്നായിരുന്നു. ആ ധാരണയെ CPIക്കും CPM-നും സ്വീകാര്യമായിരുന്നു. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് VS-ന് അവിടെ ഒരു സ്മാരകം വേണ്ടി വന്നപ്പോൾ CPI സഖാക്കളും CPM-നെ പോലെ തന്നെ അതിനെ പൂർണ്ണമായി പിന്താങ്ങി. അതോടൊപ്പം ഏറ്റവും ശരിയായ തീരുമാനമാണ് സഖാവ് TV തോമസിനും അവിടെ ഒരു സ്മാരകം ഉണ്ടാകണമെന്നുള്ളത്. മാർച്ച് 26-ാം തീയതി സഖാവ് TVയുടെ അനുസ്മരണ ദിനമാണ്. അന്ന് ആ ദിവസത്തോടുകൂടി അവിടെയും TV തോമസിന്റെ സ്മാരകത്തിന്റെ പണിയുടെ ഒരു ഘട്ടമെങ്കിലും പൂർത്തിയാക്കാൻ പറ്റുമെന്ന് CPI പ്രതീക്ഷിക്കുന്നു. അതേപ്പറ്റി തർക്കമില്ല. CPI CPM തമ്മിൽ തർക്കമുണ്ടായി എന്ന് വരുത്താനും ഉണ്ടാക്കാനുമൊക്കെ ശ്രമിച്ചു പല ആൾക്കാരും. പക്ഷേ CPI CPM പാർട്ടികൾ തമ്മിൽ തർക്കമില്ല. ആ കാര്യത്തിൽ അവിടെ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒന്നിച്ചിരുന്നുകൊണ്ട് ആ എല്ലാ തർക്കങ്ങൾക്കും ഏതാനും മിനിറ്റ് കൊണ്ട് പരിഹാരമുണ്ടാക്കി. അതാണ് CPI CPM ബന്ധം. ഇനി അവിടെ ആർക്കും സ്മാരകം ഇല്ല. ഇനി അവിടെ ആർക്കും സ്മാരകം വേണ്ട എന്നാണ് CPIയുടെയും CPM-ന്റെയും സംയുക്തമായ ധാരണ. ഇനി ഈ പ്രതിപക്ഷ പുതിയ ഡിസ്കഷൻ വല്ല നടക്കുന്നുണ്ടോ? ഇത് പറയുന്ന ജീവിതത്തിൽ എപ്പോഴെപ്പോഴും ജീവിതത്തിനകത്തും രാഷ്ട്രീയത്തിലും ഒന്നിനും ഫുൾ സ്റ്റോപ്പില്ല. ചർച്ച ഇനിയുണ്ട്. ഫുൾ സ്റ്റോപ്പില്ല. ഒരു അധ്യായവും അടഞ്ഞ അധ്യായങ്ങളല്ല.